ലൈംഗിക ആരോപണത്തെ ശക്തമായി നേരിടുമെന്ന് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിന്റെ മറുപടി വരുന്നു. സത്യം പുറത്തുവരും, അഴിമതിയും ദുർഭരണവും വെച്ചുപൊറുപ്പിക്കില്ലെന്നും തിരികെ ബംഗാളിൽ എത്തിയ ശേഷം കൂടുതൽ നടപടികളുണ്ടാകുമെന്നും സി.വി. ആനന്ദബോസ് പറഞ്ഞു. ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ മാത്രമാണ്. ബംഗാളിൽ ഞാൻ ചാർജ് എടുത്തപ്പോൾ ഇതൊരു പൂമത്തയല്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു. അത് നേരിടാൻ തന്നെ തീരുമാനിച്ചാണ് ഞാനിവിടെ പോയത്. ഇത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു പർവ്വതാരോഹണമാണ്, അപ്ഹിൽ ടാസ്ക്. അത് കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു രീതിയിലും തലകുനിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്നെ വളർത്തിയത് കേരളമാണ്. കേരളം എനിക്ക് സഹജമായി തന്ന തൻ്റെ ഇടം, സത്യസന്ധത, അതുപയോഗിച്ചുകൊണ്ട് ബംഗാളിൽ അടിച്ച് കളിച്ച് ജയിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് കേരളത്തിൽ എത്തുമ്പോൾ അദ്ദേഹം ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണം നേരിടുകയാണ്. എന്ത് പ്രതികരണമാണ്, എന്ത് മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്? ഗോപികൃഷ്ണൻ, ആനന്ദബോസിന്റെ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാനില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായി തന്നെ പറയുകയാണ്. തിരികെ കേരളത്തിൽ നിന്ന് ബംഗാളിൽ എത്തിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. 2 മന്ത്രിമാർ ഇതിനോടകം തന്നെ താൻ ജയിലിൽ അയച്ചിട്ടുണ്ട്. 3-മൊരാൾ ജയിലിന്റെ പടിവാതിൽ നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബംഗാളിലെ ദുർഭരണവും ഗുണ്ടാഭരണവും താൻ അനുവദിക്കില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് നടത്തുക. ഏതായാലും തന്റെ സർക്കാരാണ് അവിടെയുള്ളത്. വഴിതെറ്റിപ്പോയ സർക്കാരിനെ നേരായ വഴിയിൽ നയിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഭീഷണിക്കും താൻ വഴങ്ങില്ല. ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇടപെടലാണ് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് രാഷ്ട്രപതിയും ഗവർണറും തമ്മിലുള്ള ഇടപെടലുകൾ രഹസ്യ സ്വഭാവമുള്ളതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കില്ല എന്നാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, തിരികെ ബംഗാളിലെത്തിയ ശേഷവും ഇതിനേക്കാൾ ശക്തമായി മുന്നോട്ട് പോകും, വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.